ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പേരെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അതിൽ 2 പേരെ അറിയാം. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ സ്കൂബി. അപ്പോൾ ഇവളുടെ പേര് സ്കൂബി എന്നാണ് ഞാൻ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾ മുൻപാണ് കേട്ടോ മനസ്സിലാക്കിയത്. ഇവളെ ഇപ്പം ഞാൻ പരിചയപ്പെട്ടിട്ട് ഒരു 8-9 മാസമായിട്ടുണ്ട്. പക്ഷേ ഇവളുടെ പേര് മനസ്സിലാക്കിയത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. അപ്പം ഞാനിവളെ ഓമനത്തം തോന്നുന്ന പല പേരുകളും വിളിക്കും. പൊന്നു, മോനെ, കുട്ട, മോളെ എന്നൊക്കെ വിളിക്കും. അപ്പം അതൊക്കെ വിളിച്ചാൽ അവൾ ഓടി വരും. അപ്പോൾ സ്കൂബി എന്നാണ് കേട്ടോ അവളുടെ പേര് വന്നിട്ട്. അവൾക്കാണ് കൂടുതൽ സ്നേഹം. മറ്റവന് സ്നേഹമുണ്ട്. ഇവർ രണ്ടുപേരും ദേ എപ്പോഴും നമ്മുടെ വീടിൻ്റെ പുറകിൽ ഈ അലക്കുകല്ലിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ജാതിയുടെ ചോട്ടിലൊക്കെ ആയിട്ട് ഉണ്ടാവും. നമ്മൾ ജാതിക്ക് 2 നേരം നനയ്ക്കുന്നത് കൊണ്ട് നല്ല തണവാണ് ജാതിയുടെ ചോട്ടിൽ. അപ്പോൾ അവിടെ ഒരു തണവ് കിട്ടാൻ വേണ്ടി ഇവർ രണ്ടുപേരും എപ്പോഴും അവിടെ ഉണ്ടാവും. മറ്റവർ പിന്നെ വിരുന്നുകാരാണ്, വല്ലപ്പോഴും മാത്രമാണ് വരിക. അപ്പോൾ ഈ അടുത്തത് നമ്മുടെ സ്കൂബിക്കുട്ടി ഹീറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വല്ലാത്ത നായ്ക്കളുടെ ശല്യമായിരുന്നു കേട്ടോ. സ്കൂബിക്കുട്ടി അവളുടെ വീട് തൊട്ടടുത്താണ് നമ്മുടെ സ്കൂബിയുടെ വീട്. എങ്കിലും അവൾക്ക് ആ വീട്ടുകാരിൽ നിന്ന് ഒരു കെയറിങ്ങോ ഒരു സ്നേഹമോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കണം അവൾക്ക് ആ ഒരു ഹീറ്റായ ഒരു സമയത്ത് ഈ നായ്ക്കൾ മുഴുവൻ അവളുടെ പുറകെ ഓടി വരുമ്പോൾ അവൾ ആദ്യം ഓടി വരിക രാത്രിയായാലും പകലായാലും നമ്മുടെ വീട്ടിലോട്ടാണ് ഓടി വരിക. അപ്പോൾ വീട്ടിലോട്ട് ഓടി വരുമ്പോൾ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും, ഇതെന്താ ഇവരുടെ വീട്ടിൽ മാത്രം ഇങ്ങനെ പട്ടികളെന്ന്. പക്ഷേ ഇതാണ് കാരണം. അവൾക്ക് നമ്മളിൽ നിന്ന് ആ ഒരു കെയറും ആ സ്നേഹവും കിട്ടുമ്പോൾ അവൾക്ക് കുറച്ച് സേഫ് ആണെന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കണം അവൾ നമ്മുടെ വീട്ടിലോട്ട് ഓടി വരും. അപ്പം നമ്മൾ ആ പട്ടികൾ അല്ലെങ്കിൽ നായ്ക്കളെയൊക്കെ ഓടിപ്പിക്കുമ്പോൾ അവൾക്ക് സമാധാനമാവും. അപ്പോൾ ആ ഒരു സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് നായ്ക്കളെ കൊണ്ട്. പിന്നെ ദേ ഇവരും ഉണ്ടാവും ഇടയ്ക്ക് ഇവളുടെ കൂട്ടിന്. ഇവളുടെ ഗ്യാങ്ങുകളാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇവർക്കും ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇവർക്ക് കൂടുതൽ ഇഷ്ടം നോണാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ നോൺ വെക്കാറില്ല. നോൺ വെക്കൽ കുറവാണ്. അപ്പോൾ ഇവരെ എങ്കിലും ഞാൻ വല്ല ബിസ്ക്കറ്റോ മോന് മേടിക്കുന്ന ബിസ്ക്കറ്റൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. അതുകൊണ്ടായിരിക്കണം ഇവരൊക്കെ ഇപ്പം എൻ്റെ കൂട്ടുകാരാണ്. അപ്പം ഞാൻ ഉണ്ണീനെ അംഗനവാടിയിലാക്കാൻ പോകുന്ന സമയത്ത് ദേ നമ്മുടെ സ്കൂബി എൻ്റെ പുറകിലുണ്ടാവും കേട്ടോ. സ്കൂബി എൻ്റെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് തിരികെ കൊണ്ടുവരാൻ പോകുന്ന സമയത്തായാലും നമ്മുടെ വീട്ടിലെ ഏത് വാതിലാണോ ആദ്യം തുറക്കുന്നത്, പുറകിലെ വാതിലായാലും ഉമ്മറത്തെ വാതിലായാലും തുറക്കുമ്പോൾ വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അങ്ങോട്ട് ഓടി വരും. ഞാൻ പോകുമ്പോൾ എൻ്റെ പുറകെ വരും. അങ്ങനെയാണ് കേട്ടോ സ്കൂബിക്കുട്ടി. ആ ഒരു ഉരുളച്ചോറ് അല്ലെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റ് അതിൻ്റെയൊക്കെ ഒരു നന്ദിയാണ് കേട്ടോ അവൾക്ക് നമ്മളോടുള്ളത്. അവൾക്കിപ്പോൾ 2-3 പ്രസവമൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ സ്കൂബിയുടെ. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് സ്കൂബിയുടെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതാണ് ഇത് ഈ ഒരു പട്ടിയുടെ കുട്ടിയാണെന്ന്. അപ്പോൾ 2-3 പ്രസവമൊക്കെ കഴിഞ്ഞ പട്ടിയാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല. പക്ഷെ അത്രയും പ്രസവം പ്രസവിച്ചാലും അവരിൽ എപ്പോഴും ഒരു കുട്ടികളുടെ മനസ്സ്. അത് കാരണം അവരുടെ മനസ്സിൽ ഒരു നിഷ്കളങ്കതയാണ്. അവർക്ക് കള്ളത്തരം എന്താണെന്നറിയില്ല. ഏത് പട്ടികൾക്കായാലും അവർക്ക് കള്ളത്തരം എന്താണെന്നറിയില്ല. അവർക്ക് കറ കളഞ്ഞ് നമ്മളെ സ്നേഹിക്കാനേ അറിയുള്ളൂ. അതുപോലെ തിരിച്ചും നമുക്ക് ഇപ്പം എല്ലാ മനുഷ്യന്മാർക്കും ഒരു 100-ൽ 70% മനുഷ്യന്മാർക്ക് ഇപ്പോൾ അവരെ ചിലപ്പോൾ നമ്മളെപ്പോലെ നമ്മളിൽ ഒരാളായിട്ട് ചിലപ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബാക്കി 30% ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിൽ നന്മയുള്ള ആൾക്കാർക്ക് അവരും നമ്മളെപ്പോലെ ഒരു ജീവിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പം അതേ നമ്മുടെ സ്കൂബിക്കുട്ടിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത്ര പ്രസവം 3 പ്രസവമൊക്കെ കഴിഞ്ഞ പട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഒരു കുട്ടിയുടെ പോലെയാണ്. അവൾ നമ്മൾ വിളിച്ച് കഴിഞ്ഞ് ഓടി വരും. ഇപ്പം ഞാൻ എങ്ങോട്ടെങ്കിലും ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബൈക്കിൽ പോകുന്നുണ്ടെങ്കിലും കുറച്ച് ദൂരമൊക്കെ ചിലപ്പോൾ ബൈക്കിൻ്റെ പുറകെ ഓടി വരും. അത്രയും സ്നേഹമാണ്. ആ സ്നേഹത്തിന് കാരണം നമുക്ക് അവളോടുള്ള ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നതിൻ്റെ നന്ദി, അതൊക്കെ ആയിരിക്കണം നമ്മുടെ സ്കൂബിക്കുട്ടിക്ക് നമ്മളോടുള്ള സ്നേഹം. അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം നമ്മുടെ കൊച്ചു ചാനലിൽ കൂടുതലും വ്യൂസും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഡോഗ്സിൻ്റെ വീഡിയോ ഇടുമ്പോഴാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇവരെയും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇവരെയും പരിചയപ്പെടുത്തി തരാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കൊച്ചു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.